105 is the number that comes to my head when I think of all the years I wanna be with you. Wake up every morning with you in my bed. That's precisely what I plan to do. And you know one of these days, when I get my money right, buy you everything and show you all the finer things in life. We'll forever be in love, so there ain't no need to rush. But one day I won't be able to ask you loud enough. I'll say, will you marry me? I swear that I will mean it. I say, will you marry me? Sing it. Oh yeah. How many girls in the world can make me feel like this? Baby, I don't ever plan to find out. The more I look, the more I find the reasons why you're the love of my life. You know one of these days, when I get my money right, buy you everything and show you all the finer things in life. We'll forever be in love, so there ain't no need to rush. But one day I won't be able to ask you loud enough. I'll say, will you marry me? I swear that I will mean it. I say, will you marry me? And if I lost everything, in my heart it means nothing, 'cause I have you, girl, I have you. To get right down on bended knee, nothing else would ever be better, better. The day when I'll say, will you marry me? I swear that I will mean it. I say, will you marry me? I'll say, will you marry me? I swear that I will mean it. I say, will you marry? And would you do it, baby? Got me singing, got me singing. Would you marry me, baby? 105 is the number that comes to my head when I think of all the years I wanna be with you. Wake up every morning with you in my bed. That's precisely what I plan to do. Lately you have been asking me if all my words are true. Don't you know I'll do anything for you? Sometimes I haven't been good to you. Sometimes I made you cry. I'm sorry for everything, but I promise you, girl, I promise you this. When the blue night is over my face, on the dark side of the world in space, when I'm all alone with the stars above, you are the one I love.
is over my face. നന്നേ നിറയുന്നേ സന്നാമോടെ സ്തുതി പാടിടുന്നേ ദേവാസന്നാമോടെ സ്തുതി പാടിടുന്നേ അന്ത്യവാരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തിയുള്ള മകൾ ശക്തി നീയേ നാഥ അന്തിയുള്ള മകൾ ശക്തി നീയേ മന്നിടത്തിൽ അടിയാ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു ദേവ വന്ദനം ചെയ്യും തിരുനാമത്തിനു എന്നോടുള്ള നിൻ സർവാനൻ മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരായിപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്തുതി സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, തിരുവിശ്രമത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ദോഷവും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. അത്യുന്നതനായ ദൈവമേ, സർവശക്തനാകുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, എല്ലാ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവയായ അങ്ങയുടെ സന്നിധാനത്തിങ്കിലേക്ക് ഈ മനോഹരമായ ദിവസത്തിൻ്റെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ ഭവനത്തിൽ നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് നൽകിയ സന്തോഷത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ ഭവനത്തിലെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് കർത്താവിനെ ഞങ്ങൾ ഒന്നിച്ച് മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹീതവും ധന്യവുമായ കുടുംബജീവിതത്തിനായി ഒരുങ്ങുന്നതായ കർത്താവേ, യേശുവിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകൻ്റെ ജീവിതത്തിൽ അവിടുന്ന് അനുഗ്രഹീതമായിട്ടുള്ളതായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കമുള്ളതായ എല്ലാ വഴികളും അവിടുന്ന് തുറന്നു നൽകി നിന്റെ മകനെ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ളതായ നാളുകളിൽ കർത്താവ് അവനെ എല്ലാ നന്മകൾ കൊണ്ടും അനുഗ്രഹിച്ച് ആശീർവദിച്ചതിനാൽ സ്തോത്രം. നടത്തിയതായ എല്ലാ വഴികളെയും ഓർക്കുന്ന കർത്താവെ, കരുതിയ എല്ലാ ദിനങ്ങൾക്കായി ഞങ്ങൾ ഒന്നിച്ച് നിനക്ക് സ്തോത്രം കരയിച്ചുന്നു. പ്രത്യേകമായ കർത്താവെ, നിന്റെ മകൻ്റെ മാതാപിതാക്കളെയൊക്കെ ഈ സമയത്ത് ഓർക്കുന്നു. അവരുടെ ധന്യമായ ജീവിതത്തിലൂടെ നിന്റെ മകന് ലഭിച്ചിട്ടുള്ളതായ എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം. കർത്താവിൻ്റെ കാരുണ്യത്തിൽ നിന്റെ മകനെ അവിടുന്ന് ഇതുവരെയും വഴി നടത്തിയല്ലോ. പ്രത്യേകിച്ച് കർത്താവെ, ഗ്രാൻഡ് പേരൻസായി ദൈവമായ കർത്താവെ കൂടെ ഇരുന്ന് നിന്റെ മകൻ്റെ എല്ലാ ആവശ്യങ്ങളിലും സഹായിച്ചതായ മാതാപിതാക്കളെയും
ഈ സമയത്ത് ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. കർത്താവേ, നിന്റെ മകനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ധന്യമായ വിവാഹ ജീവിതത്തിനായി ഒരുക്കി വിടുവാൻ തക്കോണം പ്രിയ മാതാപിതാക്കൾക്ക് അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകി വഴി നടത്തുന്നുവല്ലോ. ദൈവമായ കർത്താവെ, പ്രത്യേകമായി ദൈവമേ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് അമാച്ചന്മാരെയും ദൈവമായ കർത്താവ് എല്ലാ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്ന കുടുംബമായി എൻ്റെ മക്കളിലൂടെയൊക്കെ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും ദൈവമേ, നിന്റെ മകന് വേണ്ടി നിനക്ക് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുകയും ഞങ്ങൾ തന്നെ വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രിയ കർത്താവെ, പ്രത്യേകിച്ച് എല്ലാവരും കുടുംബത്തിൽ വളരെ സന്തോഷത്തോടും ഐക്യത്തോടും സ്നേഹത്തോടും കൂടെ ഓരോരുത്തരുടെയും കാര്യങ്ങളെ വളരെ താല്പര്യത്തോടുകൂടെ ദൈവമായ കർത്താവ് ഇടപെടുവാനും കരുതുവാനും സ്നേഹിക്കുവാനും ഒക്കെ ഇടയാക്കുന്നതിനാൽ നന്ദി പറയുന്നു. കർത്താവേ, ഇന്നേ ദിവസം എൻ്റെ മകൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ളതായൊരു ദിവസം ആകുന്നുവല്ലോ. കർത്താവെ, പ്രത്യേകിച്ച് നിൻ്റെ മകനായി ഒരുക്കിയിരിക്കുന്നതായ മകൾ കർത്താവ് ഷാനുവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്റെ മകളും നിന്റെ മകനും ഒന്നിച്ച് ദേവാലയത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിന്റെ മക്കളെ കർത്താവെ കനിവോടെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ ഇന്ന് കാർമ്മികനായിട്ട് എഴുന്നള്ളി വരണമേ. നിന്റെ മക്കളെ കൈപിടിച്ച് ചേർത്ത് ധന്യമായിട്ടുള്ളതായ കുടുംബജീവിതത്തിനായി കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഇന്ന് മുതൽ നിന്റെ മക്കൾ ആരംഭിക്കുന്ന കുടുംബജീവിതം അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തോളം നിലനിൽക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളതായ സന്തോഷകരമായിട്ടുള്ളതായ കൂട്ടായ്മയായി മാറുവാൻ തക്കോണം കർത്താവ് സഹായിക്കണമേ. എല്ലാ നൽവരങ്ങളും അനുഗ്രഹങ്ങളാലും നിന്റെ മക്കളെ അവിടുന്ന് സമ്പന്നരാക്കണമേ. ഒന്നിച്ചുള്ളതായ ജീവിതത്തിൽ കർത്താവ് മുമ്പായി നടക്കണമേ. കർത്താവിനെ നോക്കി അവരുടെ ജീവിതത്തിൻ്റെ യാത്ര തുടരുവാൻ തക്കോണം എല്ലാം ഇപ്പോഴും ഇവിടെയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഇരു കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇരു കുടുംബങ്ങളുമായി ഇന്നേ ദിവസം ദേവാലയത്തിലേക്കും തുടർന്നുള്ളതായ കർത്താവെ കാര്യങ്ങളിലേക്കുമൊക്കെ വരുവാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്നു എല്ലാവരെയും അവിടുന്ന് തക്ക സമയത്ത് ഒരുക്കി കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്നിച്ച് ദേവാലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യ ബോധം അനുഭവിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കോണം അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കനാവിലെ കല്യാണത്തിന് എഴുന്നള്ളി വന്ന് അനുഗ്രഹിച്ച ദൈവം തുടർന്നുള്ളതായ ചടങ്ങുകളിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഒരു കുറവും വരാതെ വണ്ണം എല്ലാം കർത്താവിൻ്റെ കൃപയോടെ ചെയ്യുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ നിന്റെ ദാസരെ ശക്തീകരിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഭവനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി ഞങ്ങളുടെ സഹായപർവ്വതമായ അങ്ങയിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ കേട്ടിരിക്കുന്നതിനാ സ്തോത്രം. കർത്താവെ, നിന്റെ ദാസരെ അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം. തുടർന്നും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പുലർത്തണമേ. തിരുനാമം ഞങ്ങളുടെ മഹത്വപ്പെടണം. മിശിഹാതമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. പ്രത്യേകമായി വിവാഹ ജീവിതത്തിനായി ഒരുങ്ങുന്നതായ പ്രിയമക്കളെ ദൈവതമ്പുരാൻ കൂട്ടിച്ചേർക്കുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. തുടർന്നുള്ളതായ ശുശ്രൂഷകളിലൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യം നൽകട്ടെ. എല്ലാ സൽക്കാരങ്ങളിലും വിരുന്നുകളിലും കൂടി വരവുകളിലും കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേകദൈവം തൻ്റെ കൃപകളാൽ നിങ്ങളെല്ലാവരെയും ധന്യരാക്കുകയും അനുഗ്രഹിച്ച് വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കുകയും പ്രവേശിക്കുവാനായിട്ടൊരുങ്ങുന്നതായ കുടുംബജീവിതം ഏറ്റവും ധന്യവും ശ്രേഷ്ഠവും മനോഹരവും എല്ലാവിധ നന്മകളാൽ ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. Surrender all to Him. I freely give. I will ever love and trust Him in His presence daily. And I surrender
stuck in my heart, like counting a million stars. For that many reasons you are. Can't you tell? You've been all over me like a spell. I know that I never wanna let you go. Can't you see? You've been changing the world around me. I know that I never wanna let you go. If you hold me close enough, I can whisper you the words. If the distance is too far, I can't do nothing, 'cause you are stuck in my heart, and we can go anywhere. Whatever the reason, you are so stuck in my heart, like counting a million stars. For that many reasons, you are. Can't deny, since I met you that day, I've been blind to see. Now I wanna know for real. Inside me, I'm afraid to wake up from a dream and see it never really happened to me. If you hold me close enough, I can whisper you the words. If the distance is too far, I can't do nothing, 'cause you are stuck in my heart, and we can go anywhere. Whatever the reason, you are so stuck in my heart, like counting a million stars. For that many reasons, you are. Like a dream so deep inside of me. You are. The reason that I never sleep. You are. Stuck in my heart. You are. Can't you tell? You've been all over me like a spell. I will never let you go. I will never let you go, no, no. Can't you see? You've been changing the world around me. I don't wanna let you go. No, I'll never let you go, no, no. I can't do nothing, 'cause you are stuck in my heart, and we can go anywhere. Whatever the reason, you are so stuck in my heart, like counting a million stars. For that many reasons, you are stuck in my heart, and we can go anywhere. Whatever the reason, you are so stuck in my heart, like counting a million stars. For that many reasons, you are. I was waiting for so long for a miracle to come. Everyone told me to be strong, and don't shed a tear. Through the darkness and good times, I knew I'd make it through. And the world thought I had it all, but I was waiting for you. Hush, now I see light in the sky. Oh, it's almost blinding me. I can't believe
tears. Let it shatter the walls for a new sun. A new day. Let the rain come down and wash away my tears. Let it fill my soul and drown my fears. Let it shatter the walls for a new sun, a new day. Hush now, I see a light in your eyes. Oh, in the eyes of a heart. I can't believe I've been touched by an angel with love. I can't believe I've been touched by an angel with love. Hush now. Shine a star that somewhere you are thinking of me too. 'Cause I'm dreaming of you tonight till tomorrow. I'll be holding you tight, and there's nowhere in the world I'd rather be than here in my room, dreaming about you and me. Wonder if you ever see me, and I wonder if you know I'm there. If you looked in my eyes, would you see what's inside? Would you even care? I just wanna hold you close, but so far all I have are dreams of you. So I wait for the day to have courage to say how much I love you. Yes, I do. I'll be dreaming of you tonight till tomorrow. I'll be holding you tight, and there's nowhere in the world I'd rather be than here in my room, dreaming about you and me. വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ ദൈവജനമേ, പ്രിയപ്പെട്ട സിബിൻ്റെയും ഷാലുവിൻ്റെയും വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ ഈ കുദാശയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവൻ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശിഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലാകട്ടെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം പോലെ ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ രാജ്യവും ശക്തിയും മഹത്വവും ദൈവമായ കർത്താവേ, നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ പരിപൂർത്തിയും ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരുടെ സംഘങ്ങളിൽ ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും. വനോർഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ എന്നേക്കും സ്തോത്രം.
ഭക്ഷ്യമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താ സഭ മിശിഹായ്ക്കായി വേളയ്ക്കായി തീർന്നാൾ. തൻ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാ ത്രിയേകൻ വന്ദ്യൻ. വാനൂർ ഭൂവാസികൾ വന്നേ സാഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യുമാർ. ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടായിരിക്കുമാറാകണമേ. ഹോശോ വബുകുൽസ് ബഹാ ഓൽമിൻ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരമായി കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായിത്തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമാസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവരായിത്തീരുകയും പിശാചുകളുടെ അടിമയിൽ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വതന്ത്രപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മിശിഹാ തമ്പുരാന് തന്റെ അടിയാരുടെ മോതിരം വാഴുവിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല നന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മോറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറ്റുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീന ദാസരാ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണത ഉള്ളവരും ആക്കണമേ. കർത്താവേ, കൃപ ചെയ്ത ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതുമാകണമേ. ദൈവമായ കർത്താവേ, ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെ വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ പ്രാകാരണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലകമാരും ഇടപെടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധി നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വതന്ത്രപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ വരുന്ന നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബുകുലസുബാലോൽമേ. മണവാട്ടിയും താഴ്മ
കാര്യം ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ഇരിക്കാവുന്നത്ര. തൻ്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. ഭസ്മോദാബോ ദാബ്രോ ഹായോ കാദീശോ ലഹായേ ദല്ലോരമുൽ മിൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈകാരനൂറും നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാദിച്ചതിൻ്റെ ലക്ഷ്യമായ മുദ്രത്തോടുകൂടെ കൃപയും തന്നെ കണ്ണയുടെ വാഴും തന്നെ നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വ് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കയ്യിൽ നിന്ന് പോലെ ബഹുമാനമുള്ള ഒട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും നിന്റെ നിശ്ചയത്തിൻ്റെ ലക്ഷ്യമായ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തൻ്റെ പിതാവിനും തൻ്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും നീ കരയറ്റുകയും ചെയ്യണം. തൻ്റെ മശിഹ മൂലം വിശുദ്ധാസ്പദ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യ വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമതുക്കും കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസ്ഹാക്കിൻ്റെയും റിബെക്കായുടെയും നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിമോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്നെ രക്ഷ കൊണ്ട് മണവാളിനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശുശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസം നൽകുന്ന പരിഭാഗതയിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തി കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന് നിർമ്മലാവസ്ഥ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തൻ്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠത മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുടെ കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ നീ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർ കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിനൊരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ ശ്രീബായ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. മർമ്മം കാണിച്ചു ലോകം ഞങ്ങൾ നിന്നോട് ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നിന്നീ ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാൽ
അവനെ വന്ദിക്കുന്നേ വിഗ്രഹഭക്തി ശുദ്ധീശന്നേ കഷ്ടം വഞ്ചകനാം ദുഷ്ടനോ രക്ഷകനാമീശോയേ സ്തോത്രം യോഗ്യത തന്നവനും ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്തി ആയുധമെന്നെ ചാർത്തിത മാംസം രക്തം മോദീരാമായി ഇട്ടു തന്നാൽ വേരലിന്നെ മണവാളൻ താൻ സൂര്യനോപ്പം മണവാട്ടി പകലോട് തുല്യം പരിമള വൃക്ഷത്തോടങ്ങേ സകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിന് ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 1 30 1 60 1 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബാരാപ്പകൽ നിങ്ങളോടുകൂടെ ഇരുന്ന് തിന്മാപ്പെട്ടവനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. ഇനി കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ ഈ ഇടവകയുടെ മുൻ വികാരിയും ഇപ്പോൾ നിരണമാരാമൻ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ അറിയിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്നിരായ അച്ഛന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വധുവരന്മാരെ, കർത്താവ് നിങ്ങളെ ഒരുമിപ്പിക്കുകയാണ്. ഇപ്പം നടന്ന ശുശ്രൂഷ വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷയായിട്ടുള്ള മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷയാണ്. ഇതെവിടെയാണ് ഇങ്ങനെയൊരു ശുശ്രൂഷയുടെ തുടക്കം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ കർത്താവ് നിങ്ങളുടെയും വിവാഹ നിശ്ചയത്തെ അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥന. നിങ്ങൾ അല്പം ടെൻഷനിലായതുകൊണ്ട് ശ്രദ്ധിച്ച് കാണത്തില്ല, എന്നാൽ അങ്ങനൊരു പ്രാർത്ഥന ഇപ്പോൾ പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാവുന്നതുപോലെ അബ്രഹാം തൻ്റെ ദാസനായിട്ടുള്ള ഏലയാസറിനെ വിട്ടിട്ടാണ് തൻ്റെ മകനായിട്ടുള്ള ഇസഹാക്കിന് പെണ്ണ് കാണാൻ പോയത്. അങ്ങനെ വിശുദ്ധ വചനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അവിടെ ചെന്ന് ഏലയാസർ ദൈവത്തോടൊരു വ്യവസ്ഥയൊക്കെ വെച്ച്, കണ്ടീഷനൊക്കെ വെച്ച് കണ്ടെത്തിയ പെൺകുട്ടിയാണ് റിബേക്ക. റിബേക്കായെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് അനുവാദത്തോടുകൂടി, അപ്പൻ്റെ അമ്മയുടെ അനുവാദത്തോടുകൂടി കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത് പൊന്നാഭരണമാണ്. ഇപ്പം സ്വർണം നൽകിയാണ് പെൺകുട്ടിയെ തൻ്റെ യജമാനൻ്റെ മകന് വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ഈ പൊന്നണിയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആശയം ഇതാണ് എന്നുള്ളത് നിങ്ങളൊരിക്കലും മറന്നു പോകരുത്. അത് ചെയ്തത് ഇവിടുത്തെ അച്ഛനാണ്. സാധാരണഗതിയിൽ ഈ ഇംഗ്ലീഷുകാരുടെ ട്രഡീഷൻ പ്രകാരം നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമേ സ്വർണം കൈമാറത്തുള്ളൂ. പക്ഷേ നമ്മുടെ കിഴക്കൻ പാരമ്പര്യം അനുസരിച്ച് വധുവരന്മാരുടെ രണ്ടുപേരുടെയും കരങ്ങളിൽ അച്ഛനാണ് മോതിരം അണിയിക്കുന്നത്. അതിൻ്റെ റീസണും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എപ്പോഴും നിശ്ചയം നടക്കുന്നത് സ്വർഗത്തിലാണ്. അതിൻ്റെ അടയാളമായിട്ടാണ് കർത്താവിൻ്റെ അഭിഷിക്തൻ അത് നിങ്ങളുടെ കരങ്ങളിൽ അണിയിച്ചത്. നിങ്ങൾ പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ വസ്തുതയാണെങ്കിൽ പോലും നിശ്ചയം സ്വർഗത്തിൽ നടക്കും. അതുകൊണ്ട് എപ്പോഴും ആ കാര്യം പ്രത്യേകം ഓർക്കണം. ഈ വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നത് സർവശക്തനായിട്ടുള്ള ദൈവമാണ്. കുടുംബങ്ങൾ തമ്മിൽ ആലോചനകൾ കഴിച്ചു, ഒക്കെ ശരിയാണ്. എല്ലാം ദൈവമാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്നും ഈ ചിന്ത ഉണ്ടായിരിക്കണം, ദൈവം ഞങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയാണ് എന്ന ചിന്ത.
ഇനിയുമാണ് വിവാഹത്തിൻ്റെ ശുശ്രൂഷ നടക്കാൻ പോകുന്നത്. അതാണ് കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒത്തിരി പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇത്രയും കാലം ഓരോ വീട്ടിലെ പ്രിൻസും പ്രിൻസസ്സും ഒക്കെ ആയിരുന്നു, രാജകുമാരനും രാജകുമാരിയുമായിരുന്നു. എന്നാൽ ഇനി മേലാൽ ഒരു പുതിയ കുടുംബം വരുമ്പോൾ രാജാവും രാജ്ഞിയുമായിട്ട് ഉയർത്തപ്പെടും. അതുകൊണ്ടാണ് കിരീടം ധരിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. ആ കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആരുടെയെങ്കിലുമൊക്കെ തണലിലാണ് ജീവിച്ചത്. ഇനി അങ്ങനെ തണലുകളൊക്കെ കുറഞ്ഞു വരും. അങ്ങോട്ടും ഇങ്ങോട്ടുമായിരിക്കും താങ്ങായിട്ട് കരുത്തായിട്ട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും കരുതുകയും സ്നേഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പരം കരുതലോടുകൂടെ മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എല്ലാ വിവാഹങ്ങൾക്കും വധുവരന്മാർക്ക് ഉപദേശം കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പുസ്തകത്തിൽ അത് എഴുതി വച്ചിട്ടുണ്ട്. അത് വെറുതെ അല്ല. ഇന്നത്തെ കാലം പഴയതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമാണ് മക്കളെ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജീവിതയാത്ര മുമ്പോട്ട് നയിക്കുമ്പോൾ ഇത് വളരെ ഈസിയായി നിസ്സാരമായി കൊണ്ടുപോകാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ പദവി കൂടുമ്പോൾ ഉത്തരവാദിത്വം കൂടും, ഭാരം വർദ്ധിക്കുകയാണ്, ജോലികൾ കൂടുകയാണ്. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അതോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. കാരണം ഇതിനൊക്കെ നടത്താനായിട്ട് നമ്മൾ ആരുടെ കൂടാണ് ഈ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്നൊരു ചിന്ത വേണം. അത് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ്. ദൈവമുണ്ടോ, നിങ്ങൾക്കൊന്നിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിനെ കൂട്ടുയർന്ന് പിടിച്ച് അവനോടൊപ്പം യാത്ര തുടരുക, കുടുംബമായി മുമ്പോട്ട് പോവുക. പറഞ്ഞല്ലോ, കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ. ഒരു കിരീടം നിങ്ങളുടെ ശിരസിൽ അണിയിച്ച് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആ കിരീടത്തിൽ ഒരു സ്വർണ്ണമാലയുടെ അറ്റത്ത് ക്രോസുണ്ട്, കുരിശാണ് ആ കിരീടത്തിൻ്റെ അടയാളം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്. കുരിശിൻ്റെ കിരീടമാണ് അണിയിക്കാൻ പോകുന്നത്. അത് നമ്മളെ ഒത്തിരി കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. കുരിശ് എന്തിനെയാണ് ഓർപ്പിക്കുന്നത്? ഒന്നാമത് യേശു ക്രിസ്തുവിൻ്റെ സഹനത്തെയാണ്, പെർസിവറൻസ്. കർത്താവ് എന്തുമാത്രം സഹിച്ചു ആ കുരിശൻ. രണ്ടുപേരും ഓർക്കണം. രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ കാര്യത്തിലും ഒരുപോലെ യോജിക്കണമെന്നൊന്നുമില്ല. പക്ഷേ പരസ്പരം ക്ഷമിക്കാൻ, സഹിക്കാൻ, ആ കുരിശ് നിങ്ങളുടെ തലയിൽ വെച്ച് വാഴ്ത്തുന്ന ആ കുരിശ് നിങ്ങളെ ഓർമ്മിപ്പിക്കണമെന്നും അത് നിങ്ങളുടെ കഴുത്തിൽ അണിയിച്ച് തരും. അതെപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഓർക്കണം. ക്ഷമയുടെ പരമാവധിയാണ് കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെന്താണ്? ഇത് സ്നേഹത്തിൻ്റെ പരമാവധിയാണ്. ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം തമ്പുരാൻ തനിക്ക് തരാൻ പറ്റിയ ഏറ്റവും നല്ലതിനെ നമുക്ക് വേണ്ടി തന്നു. അത് മറ്റാരുമല്ല, യേശു ക്രിസ്തു. അതാണ് കുരിശ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ആ കുരിശിൽ ജീവൻ അർപ്പിക്കാൻ മടിയില്ലാത്തവനായ കർത്താവ്. അതുകൊണ്ട് ഓർക്കണം, പരസ്പരം സ്നേഹം നൽകുന്നതിന് വേണ്ടി പരസ്പരം ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ മുൻപോട്ട് പോകാനായിട്ട് തുടങ്ങുന്നത് എന്നുള്ളത് ആലോചിക്കണം വളരെ ഗൗരവമായിട്ട്. ജീവൻ, ഞാൻ പറഞ്ഞ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ വല്ല വിധേനയും അങ്ങ് മരിച്ചുകളെ, അങ്ങനെയല്ല. ജീവിതം സമർപ്പിക്കുകയാണ്. ഗിവിങ് യുവർ ലൈഫ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി അതർ. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവർ പ്രത്യേകമായിട്ട് ഓർക്കണം. രണ്ടുപേരും അത് പ്രത്യേകം ഓർക്കണം. ആർക്കും ഇവിടെ പ്രത്യേകതകളൊന്നുമില്ല. നമ്മൾ പുരുഷന്മാരായതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ കുറച്ച് ഉത്തരവാദിത്തം കൂടുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. സ്ത്രീകളായതുകൊണ്ട് അവർക്കും പ്രത്യേകിച്ച് കൂടുതൽ അധികാരങ്ങളൊന്നും ആരുടെയും മേൽ ഇല്ല. എന്നാൽ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം, പരസ്പരം അധികാരപ്രയോഗമല്ല ഇവിടെ നടക്കുന്നത്. പിന്നെയോ സഹനത്തിൻ്റെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പരമാവധിയിൽ ജീവിതം ആസ്വദിക്കുക. അതാണ് ഞങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിന് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും ബഹുമാനപ്പെട്ട യാച്ചന്മാരോടൊപ്പം എനിക്കുമുള്ള ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങളോടുള്ള സന്തോഷം അറിയിക്കുകയും നല്ലൊരു ജീവിതം നയിക്കാൻ ഇടയാകുകയും ഒരിക്കൽ പോലും പിരിയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരുമിച്ച് എങ്ങനെ പോകാമെന്നുള്ളതിനെക്കുറിച്ച് മനഃപൂർവ്വമായി ആലോചിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നിങ്ങൾക്കിടയാകട്ടെ. എവിടെ ജീവിച്ചാലും ഒരുമിച്ച് ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ കർത്താവ് ഇടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹീതമായ വാക്കുകൾക്ക് പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടുന്നു.
ആശ്രയപ്പെടുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ എന്നെ നീ പാലിച്ചു. എൻ യൗവനത്തിൽ നീ തന്നെ ഏറ്റവും സഹായിച്ചു. നാടൊക്കെ നിന്നെ ഞാൻ പുകഴ്ത്തും. ലോകത്തിൽ കർത്താവിനെ ഞാൻ ഏറ്റവും സ്തുതിക്കും. സ്തുതി ദൈവമേ, എന്നേക്കും ഞാൻ പാടും. നിന്നെ സ്തുതിപ്പാൻ നിത്യത്വം പോരാത്തതായിടും. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായ്ക്കും സ്തുതി. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിന് ഒഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ പൂർവികരായ നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചതായ ദൈവം ഈ ദമ്പതികളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പട്ടക്കാരൻ ആശംസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി വധൂവരന്മാർ തന്നെത്താൻ വണങ്ങി കുരിശ് വരയ്ക്കുകയും ജനങ്ങൾ ദേവ കൃപ ചെയ്യണമേ എന്ന് ഏറ്റുപാടുകയും ചെയ്യണം. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശ്വരൻ തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. ആദം ഹൗവ എന്നവരെ വാഴ്ത്തിയ സർവേശ്വരൻ ബഹുലമതാം തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. അബ്രാം സാറ എന്നവരെ വാഴ്ത്തിയ സർവേശ്വരൻ ബഹുലമതാം തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ
യാക്കോബുറാഹേലൻ നാവാരെ വാഴ്ത്തിയ സാവേശൻ ബഹുലമതാ തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. മിസ്രനിൽ യൗസേപ്പിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. കർത്താവേ, അന്യോന്യമൊന്നായി തീർന്നിരിക്കുന്ന ഈ നിന്റെ ഇടയാരെ നിന്റെ ദാനങ്ങളെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവീ കൽപ്പനകൾ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ ദർശനത്തിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബുകുലുസുബാലോൽമേ. കർത്തനെ രാജൻ നിൻബലത്തിൽ സന്തോഷിക്കും. ഹാലേലൂയ ഹാലേലൂയ. തവ രക്ഷയിൽ അവനേറ്റം മോദിക്കും. നന്മയിൻ്റെ അനുഗ്രഹം മുൻപിടുന്നവനേ ഹാലേലൂയ ഹാലേലൂയ. മാന്യമമുടിതൻ ശിരസിൽ ചൂട്ടുന്നു പാറയ്ക്കുമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരമായി കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തന്റെ മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദനം അണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതിയും തന്റെ അടിയാറുടെ കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹത്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശേഷങ്ങൾ ഭ്രമിച്ചുകളയുകയും അവർണ്ണനീയമായ തന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന് നിന്റെ രാജൻ തിരുസഭയാൽ നിന്നെ വർണ്ണിക്കുന്നു. തേൻകാറ്റകൾ നിൻ അധരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധേ നീസാൻ കുസുമം പോൽ. സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മശിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹാലേലൂയ ഓ ഹാലേലൂയ. ബാരക്കുമോ. പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5
11 അധ്യായത്തിൽ നിന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ സഹോദരനെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവനും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മെസ്സിയുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിക സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മിശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായി മാലിന്യം കരയും ഇവയ്ക്ക് സമമായി യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളയുമായ തനിക്ക് തന്നെ സഭയെ അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള നിങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെയും യോഗ്യരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. നാം രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്നെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ഈ വചനങ്ങളെ പറഞ്ഞ് തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദിയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തൻ്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തൻ്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നും ഉള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരം അത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ജനങ്ങൾക്ക് ഇരിക്കാവുന്നത്രേ. ജനങ്ങൾക്ക് വീണ്ടും ഇരിക്കും. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. ഗഹനന്മാ
മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ അനുഗ്രഹം ദമ്പതികളെയും ശിരസും മുടിയും വാഴ്ത്തേടണമേ. നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന് സർവശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. ദമ്പതികളെയും മുടിയോ മണവറയിൽ സന്തോഷിപ്പിക്കാം. നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. രക്ഷകൻ നീതിയിൻ മുടിയെ നിങ്ങൾക്കായി മെടഞ്ഞിടട്ടെ. പിതൃപുത്ര വിശുദ്ധാത്മന്യോ സ്തോത്രം പാടിടുവിൻ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മിശിഹ സത്യത്തിൻ്റെ മണവാൺമ കൊണ്ട് നിങ്ങളുടെ മണവാൺമയെ മുദ്രയിടട്ടെ. മിശിഹ തൻ്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാഖ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും
നിങ്ങൾ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും, ഇസഹാക്ക് യാക്കോബിലും, യാക്കോബ് യൗസേഫിലും സന്തോഷിച്ചതുപോലെ ദൈവം നോഹയെയും അവൻ്റെ മക്കളെയും അനുഗ്രഹിച്ച ആ അനുഗ്രഹം നിങ്ങളുടെ മേലും വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ആ അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവൻ്റെ പുത്രനായ യൗസേഫിനെ വാഴ്ത്തി, നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ ശിരസ്സുകളിൽ വയ്ക്കപ്പെട്ട കിരീടത്തിന്മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കിയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെയും കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത്തു ഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ആ മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്ന അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം. ഹോശോ വബുകുല സുബ്ഹാ ഓൽമിൻ. ഏദൻ തോട്ടത്തിനുടയോനേ, എന്നെ വേൽക്കുവാൻ വന്നവൻ നീ. ഇളം കാറ്റത്തു കൊണ്ടുപോകാം, ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്തനേ, എന്നെ വേളിക്കായി നീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ. വിശുദ്ധനാം സത്യമണവാളാ, കരുണ ചെയ്യെന്നിൽ ശരണം നീയേ. കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും എൻ മണവറ ഉന്നതത്തിൽ നിൻ വകയാ വിളിച്ചെന്നെ നീ. ദേവാസുതനെ വലങ്കൈ നീട്ടി വാഴ്ത്തിടേണമേ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൻ മുടിയേയും നീ വാഴ്ത്തുക നാഥ ദമ്പതികളെയും അവരവർ നാമത്തിൽ നീ. വാഴ്ത്തുക ഇവരിൽ ജീവിതകാലം വെളിവിൽ ലോകേ നീ. ഈ നിൻ ജനവും എന്നേക്കും വാഴ്ത്തപ്പെടേണം. വാഴ്ത്തിടണമേ ഇഹ പരലോക വാഴ്വാലിവരെയും നീ. വാഴ്ത്തിടുക നിൻ അടിയാർ വായ്കളിൻ സ്തുതിയെ നാഥാ നീ. വാഴ്ത്തിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുമാ. എൻ്റെ വാത്സല്യമുള്ള സഹോദരനെ,
നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവ്വന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുമ്പാകെയും സ്ലീബായുടെ മുമ്പാകെയും വിശുദ്ധ എവൻഗേലിയോന്റെ മുമ്പാകെയും ഈ യോഗത്തിൻ്റെ മുമ്പാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ മുമ്പാകെയല്ല, അറിയുന്നവൻ്റെ മുമ്പാകെ അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും പട്ടക്കാരുടെ മേലും ശമ്മാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളിൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും അവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിൽ ഇരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോടെല്ലാവരോടുമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവനിനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിരിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തെയും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സിബിൻ ആൻഡ് ഷാലു, ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യാഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയുമാണ്. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാകുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സഭയ്ക്ക് നൽകുവാനായിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ നമുക്കുണ്ടാകാം. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഈ ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്നു. ആകയാൽ കാർമികനിൽ നിന്ന് നിങ്ങൾ ഈ തിരുവചനം രണ്ടുപേരും ചേർന്ന് വാങ്ങിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഈ ദൈവവചനം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രമുഖ സ്ഥാനം നൽകുവാൻ ഇടയായിത്തീരണം. നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകരെന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായതിന്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. But I see your true colors shining through. I see your true colors, and that's why I love you. So don't be afraid to let them show your true colors. True colors are beautiful, ooh, like a rainbow. True colors, and that's why I love you. So don't be afraid to let them show your true colors. True colors are beautiful, ooh, like a rainbow. True colors shining through. I see your true colors, and that's why I love you. So don't be afraid to let them show your true colors. True colors, true colors are shining through. I see your true colors, and that's why I love you. So don't be afraid, just let them show your true colors. True colors, true colors are beautiful,
പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. ശുശ്രൂഷയിലേക്ക് വ്യാപരിച്ച ദൈവകൃപയ്ക്കാണ് നമ്മുടെ സ്ഥലം. ഇതിൽ ആരംഭിക്കുന്ന കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായ ദൈവം ദൈവം സഹായിക്കണമേ, ദൈവം അതിൻ്റെ കൃപയിലൊന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജീവിത ആവശ്യങ്ങൾ ഇതുവരെ കൂട്ടിരുന്നില്ലെന്നാണ് ഏറ്റവും അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം തുടർന്ന് നയിപ്പാൻ നമ്മൾ സഹായിക്കണം. ഞങ്ങൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെ വാഴ്ത്തണമേ, ഈ കൂട്ടായ്മ നിന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുവാൻ ശക്തീകരിപ്പാൻ നിനക്കുമ്പോൾ നന്ദി കരുതികൾ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മിശിഹാവിലും ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. വേദമൊന്ന് കേൾക്കുമാറാകണമേ. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരമ്മൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ പൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാ. കൊഞ്ചാറുള്ളൂ നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല. കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഡോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടേൻ പൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല.
आसमां मैं दाग हूँ तू चांद सा बंधन के मुटियारा आया बटोला बनके बारिश है मेरे तू मैं तुम कोई तू राग सा कन्ना दे विच पिपल पत्तियां पाई चूड़ा बनके मेरे दिल के लिफाफे में तेरा खत है जानिया ना चीज ने कैसे पाली जन्नत ये जानिया में बंधन के मुटियारा आया बटोला बनके कन्ना दे विच पिपल पत्तियां पाई चूड़ा बनके मेरे सोनिया सोनिया वे मैं जितना तुम्हें देखूं मेरे सोनिया सोनिया वे तुझे कितना चाहे और मैं जितना तुम्हें सोचूं दिल ये ना भरे इन आँखों में झलकता है मेरा प्यार तेरा प्यार बुलावे तुझे यारे आज मेरी गलियां बसाऊं तेरे संग में अलग दुनिया ना आए कभी दोनों में जरा भी फासले बस एक तू हो एक मैं हूँ और कोई ना है मेरा सब कुछ तेरा तू समझ ले तू चाहे मेरे हक की जमीन रख ले तू सांसों पे भी नाम तेरा लिख दे मैं जीऊं जब जब तेरा दिल धड़के तेरे बिन न लेंगे एक भी दम तुझे कितना चाहे और तेरे बिन न लेंगे एक भी दम तुझे कितना चाहे और आखिरी उम्मीद मेरी लुट किते जावी ना लुटी होई नू बेजानी लुट किते जावी ना तू आखिरी उम्मीद मेरी लुट किते जावी ना लुटी होई नू बेजानी लुट किते जावी ना जैसे कोई चांद को छूना चाहे चाहूं तुझे जैसे कोई बच्चा खिलौना चाहे छूं तुझे जैसे कोई चांद को छूना चाहे चाहूं तुझे जैसे कोई बच्चा खिलौना चाहे मेरी राहें तेरे तक है तुझ पे ही तो मेरा हक है इश्क मेरा तू बेशक है तुझ पे ही तो मेरा हक है चल दिया दिल तेरे पीछे पीछे देखता मैं रह गया कुछ तो है तेरे मेरे दिल में आज कहा सा रह गया मेरे सोनिया सोनिया तुझे कितना चाहे और Making my way downtown, walking fast, faces pass and I'm homebound. Staring blankly ahead, just making my way through the crowd. And I need you, and I miss you, and now I wonder if I could fall into the sky. Do you think time would pass me by? 'Cause you know I'd walk 1,000 miles if I can just see you tonight. There's always times like these when I think of you, and I wonder if you ever think of me.
need you and I miss you. Now I wonder if I could fall into the sky. Do you think time would pass me by? Oh, 'cause you know I'd walk 1,000 miles if I could just see you tonight. Making my way downtown, walking fast, faces pass and I'm homebound. Staring blankly ahead, just making my way, making a way through the crowd. And I still need you, and I still miss you. And now I wonder if I could fall into the sky. Do you think time would pass us by? 'Cause you know I'd walk 1,000 miles if I could just see you. I could fall into the sky. Do you think time would pass me by? 'Cause you know I'd walk 1,000 miles if I can just see you. If I can just hold you. നിനവറിയാതെ ഈ കനവറിയാതെ അനുരാഗം പുതുമഴ പോലെ നീ എന്മാറിൽ ചായും നിറം ഒരു കാറ്റായി മനമേ നീ എതിരേൽക്കാമോ മലേ തേടും സ്വപ്നം പൂക്കും നേരം കൺമണി നിൻ ചൊല്ലാമോഹം ചാവേ ഈ നിനവറിയാതെ ഈ കനവറിയാതെ അനുരാഗം പുതുമഴ പോലെ നീ എന്മാറിൽ ചായും നിറം ഓരോ നാളും നീയൻ അരികെ എന്നും അണയുമോ ഈറൻ ചുണ്ടിൽ മെല്ലെ തഴുക പതിയെ എൻ സ്നേഹരാഗമേ നീ ഒരു നേർത്ത തെന്നൽ പോലെ ആരും കാണാതെ കനവിനരികെ ഈ നിനവറിയാതെ ഈ കനവറിയാതെ അനുരാഗം പുതുമഴ പോലെ നീ എന്മാറിൽ
കാത്തിരുന്നു. മധുവൂറും പ്രണയം മെല്ലെ നുകരാ ഇനിയും ഒരു നിലാ പെയ്ത രാവിൽ കുളിർമഞ്ഞു തുള്ളി പോലെ ആരാരും കാണാതെ നിന്നറിയാതെ കനവറിയാതെ അനുരാഗം പുതുമഴ പോലെ നീ എന്മാറിൽ ചായും നിറം ഒരു കാറ്റായി മനമേ നീ എതിരേൽക്കാമോ മലേ തേടും സ്വപ്നം പൂക്കും നേരം കൺമണി നിൻ ചൊല്ലാമോഹം ചാടേ നിനവറിയാതെ കനവറിയാതെ അനുരാഗം പുതുമഴ പോലെ നീ എന്മാറിൽ ചായും നേരം സ്തോത്രം 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 ഭാഗ്യവും വിശ്വസ്തനും വാക്കുമാറാത്തതുമായ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ മനോഹരമായ സമയത്തിനായിട്ട് നിനക്ക് സ്തോത്രം ചെയ്യുന്ന ദൈവമേ. കർത്താവേ, ദൈവമേ, അവിടുന്ന് ഇന്ന് രാവിലെ മുതൽ വ്യാപരിച്ച ദൈവമേക്കാട്ട് സ്തോത്രം. കർത്താവേ, കാലാവസ്ഥ അവിടുന്ന് അനുകൂലമാക്കി കർത്താവെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹമായി നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ച അവരൂപയ്ക്കാട്ട് സ്തോത്രം. കർത്താവേ, എൻ്റെ ദൈവമേ, അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്കും കർത്താവെ ദൈവത്തെ മാറ്റപ്പെടുത്തുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സിബിനെയും ഷാലുവിനെയും കർത്താവെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ദൈവമേ. കർത്താവെ, കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവനായ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മാതാവും പിതാവുമായി എൻ്റെ മക്കൾക്ക് അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്ന ഓരോരുത്തരുടെ കരങ്ങളിലേക്ക് കർത്താവെ ദൈവമേ, ഞങ്ങളുടെ രണ്ട് ഭവനങ്ങളും തമ്മിൽ കർത്താവെ സ്നേഹത്താൽ ബന്ധപ്പെട്ടിരിക്കുന്നല്ലോ ദൈവമേ. കർത്താവെ, സ്നേഹബന്ധം തുടരുവാൻ കർത്താവെ അവിടുത്തെ സ്നേഹത്താൽ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തറവാണിക്കിരിക്കുന്ന ഓരോരുത്തരുടെ കരങ്ങളിലേക്ക് ദൈവമേ, കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമേ, കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് കേട്ട വലിയ വയ്ക്കാതെ സ്തോത്രം ദൈവമേ. കർത്താവെ, പ്രിയപ്പെട്ട പൈതൽ കർത്താവെ അടിയങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവെ അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത വലിയ വയ്ക്കാതെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് പ്രശംസിക്കാനൊന്നുമില്ല ദൈവമേ. കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് വീണ്ടും വാഴ്ത്തിയത് ദൈവമേ. കർത്താവെ, ഇതെല്ലാം മുടക്കിയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങളെ മടക്കിയാത്ര അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ചോദിച്ചാൽ അധികമായ നിങ്ങളെ കൂടെ നിറയ്ക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശു രക്ഷാവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. बार जो ऐसे मुस्कुराया हूँ, तुम्हें देखा तो जाना ये कि क्यों दुनिया में आया हूँ. हुआ है आज पहली बार जो ऐसे मुस्कुराया हूँ, तुम्हें देखा तो जाना ये कि क्यों दुनिया में आया हूँ. ये जान लेकर के जा मेरी तुम्हें जीने में आया हूँ. मैं तुमसे इश्क करने की इजाजत रब से लाया हूँ.